സാബൂനരി വെച്ചിട്ട് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാബൂനരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാന്നേ വേണ്ടത്. ഇളയ തേങ്ങാന്ന് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇളനീർ തേങ്ങയില്ലേ, ആ ഒരു തേങ്ങാന്ന് കേട്ടോ. അതിനുണ്ടെങ്കിൽ ഇതേപോലെ അടിച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ സാധാ തേങ്ങാപ്പാൽ എടുത്താൽ മതിയാവേ. ഇനിതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ക്യാരറ്റാണ് കേട്ടോ എടുത്തത്. ഇനി ഇതൊന്ന് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കണേ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി. മൂടി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. അത് കുഴപ്പമില്ല കേട്ടോ, അതങ്ങ് വറ്റിക്കോളൂ. ഇനി ഇതാ നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമുളക് ഏകദേശം പോയിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും എടുക്കുക. ഞാൻ 2 അച്ച് ശർക്കര ആദ്യമുള്ള ശർക്കര പാനിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതാ കുതിർത്ത് വെച്ച ഈ ഒരു സാബൂനരിയിലെ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നല്ലോണം അരയേണ്ട ആവശ്യമില്ല കേട്ടോ. അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഒരു പാകത്തിന് വേണം. എന്താനും ക്യാരറ്റ് വഴറ്റി ആ ഒരു പാനിലേക്ക് തന്നെ ഈ ഒരു സാബൂനരി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് മതിയെ. ഇതൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലോണം തന്നെ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അടി പോകും കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതലാവണ്ട കേട്ടോ, കുറച്ച് മതിയാവേ. ഇനി ഇത് കൈവെക്കാണ്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകേണ്ട ഒരു ലൈക്ക് അടിച്ചിരിക്കണേ. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ, ഒരു ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നല്ലോണം തന്നെ കുറുകി വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വെന്ത് കിട്ടും. ഇനി ഇതാ അടിച്ച് വെച്ച തേങ്ങയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒരു തേങ്ങൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ അകത്തുള്ള മണിമണിയായിട്ടുള്ള ഒരു സാബൂനരിയില്ല, അതും കൂടി ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതുവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയേ. ഏലക്കൻ്റെ കുരു പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച ആ ഒരു ക്യാരറ്റില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഈ ഒരു ക്യാരറ്റ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. സാബൂനരിയൊക്കെ നല്ലോണം വെന്ത് വന്നതിന് ശേഷം ഇതിലെ ക്യാരറ്റ് എല്ലാ ഭാഗത്തും മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തന്നെ ഇതേപോലെ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു ശർക്കര പാനി നല്ലോണം തന്നെ മിക്സ് ആണ് കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ശർക്കര പാനീൻ്റെ വെള്ളം കുറച്ചൊന്ന് ടൈറ്റ് ആകുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് വിരകണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് നേരം അങ്ങനെ വിരകി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. വറുത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നല്ലോണം തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ സാബൂനരി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം അധികം വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ സ്പൂണോട്ട് കോരി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. കണ്ടവർ പോയി കണ്ട് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് കാണാം.